അപ്പൊ ഗായ്സ് ഇന്ന് നമ്മുടെ കരിവേലിന്റെ കാഴ്ചകളാണ്. നെന്മാറ വല്ലങ്ങി വേലന്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് കരിവേലയാണ്, പഴയ കാഴ്ചകളാണ്. നെന്മാറ വല്ലങ്ങി വേലന്റെ പന്തലില് ലൈറ്റ് ഇട്ടുണ്ടാവും. അപ്പൊ ലൈറ്റിന്റെ കാഴ്ചകളും കരിവേലയാണ് ഇന്നത്തെ വീഡിയോ. ഗായ്സ് പന്തലില് മാത്രമല്ല, നെന്മാറ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അതും ലൈറ്റ് ഇട്ട് കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഗായ്സ് ഇപ്പൊ തന്നെ ഫുൾ കളിപ്പാട്ടകൾക്കും കടകളും കുറെ വന്നു കഴിഞ്ഞു. ഇതിപ്പോ കുറവാണ്, സാധാരണ ഇതിലും കുറെ ഉണ്ടാവും. ഇപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ടായിരിക്കും കുറെ കടകൾ സെറ്റ് ചെയ്യണമുണ്ട്. ഇപ്പോൾ വേല കാണാൻ വന്നിട്ട് തിരക്കാണ് കേട്ടോ. അത് 1-ാം തീയതി ആയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട്. റോഡ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. ഇതിപ്പോൾ പന്തലിലെ ലൈറ്റാണ് ഇങ്ങോട്ട് കാണുന്നത്. ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ ഞാൻ ഇപ്പോൾ അപ്പുറത്ത് പോയി കാണിച്ചു തരാം. ഇത് തന്നെ നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഇടയിൽ പോയി ഷൂട്ട് ചെയ്യണ കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഗായ്സ് ഇത് നെന്മാറ ദേശത്തെ പന്തലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഇപ്പോൾ ഇടുണ്ടായത്. മുരുകന്റെ ഡിസൈനൊക്കെയാണിത്. ഗായ്സ് അത്യാവശ്യം അടിപൊളി ഡിസൈൻസ് ഒക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ തുടക്കം മാത്രമാണ്, ഇനിയും നല്ല വെറൈറ്റി ഡിസൈൻസ് വരും. നിങ്ങളിതൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ അത് പ്രത്യേക ഫീലാണ്. ഗായ്സ് ഈ സൈഡ് നല്ല തിരക്കുണ്ട്. ഫുള്ള് ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് വല്ലങ്ങി ദേശത്തിൻ്റെ ആ സൈഡിലേക്ക് പോകാൻ. ആ സൈഡിൽ പോകും തോറും തിരക്ക് കൂടിക്കൂടി വരികയാണ്. അറ്റത്ത് കാണുന്നതാണ് കേട്ടോ വല്ലങ്ങി പന്തല്. ഇപ്പോൾ ഗായ്സ് ഇവിടെ ഒരു സ്റ്റാറ്റു അടിക്കുന്നുണ്ട്. ഇത് 50 രൂപ എന്തോണം ചാർജ് പറഞ്ഞത്. അപ്പോൾ പല വലിപ്പത്തിലുള്ള ഡിസൈൻ പല വിലയായിരിക്കും. ഇതിപ്പോൾ അടിച്ചാൽ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല. വീട്ടിൽ ചോദിച്ചിട്ട് വേണം ഇത് അടിക്കാൻ. ഇപ്പോൾ ഗായ്സ് ഇത് അടുത്ത് കടകളുടെ ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കരിമ്പ് ജ്യൂസിൻ്റെ കടയാണെന്ന് തോന്നുന്നു. സൈഡിൽ അതിൻ്റെ മെഷീൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ കടകളായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഗായ്സ് ഇതാണ് കേട്ടോ ആ സൈഡത്തെ തിരക്ക്. 1-ാം തീയതി ആകുമ്പോഴേക്കും നല്ല ജനങ്ങൾ തിരക്കുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി വേണ്ടിയിട്ട് വേണം ആ പന്തൽ ലൈറ്റ് നോക്കാൻ. ഗായ്സ് അപ്പം ഞാൻ ഈ സൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾ കുറവുണ്ട് പാടത്ത്, പക്ഷെ റോഡിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ പാടത്ത് ചാടണമെന്ന് ആലോചിക്കുകയാണ് ഞാൻ. ചാടി അത്യാവശ്യം പാടത്തേക്ക് ചാടി. അവിടെ ചളി ഉണ്ടോന്ന് അറിയില്ല, ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നേരെ വല്ലങ്ങി പന്തലിന്റെ ഉമ്മറത്തേക്കാണ് ഞാൻ പോണത്. ഗായ്സ് ഇവിടെ അത്യാവശ്യം പുല്ല് നല്ലോണം ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു പോണത് കുറച്ച് ടാസ്ക് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ടാസ്കിലാണ് നടന്നു പോണത്. മുട്ടോളം അതിന്റെ പുല്ലിന്റെ വലിപ്പം എൻ്റെ മുട്ടിന്റെ അത്രോളം ഉണ്ട്, കണ്ടില്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മറ്റേ മണലിൽ നടക്കണ ഫീലാണ്. കടലില് കാല് പൊക്കി പൊക്കി വെച്ചിട്ട് വേണം നടക്കാൻ. ഇവിടെ ആളില്ലാത്തോണ്ട് പിന്നെ അത്ര ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ചാടി കിടക്കുന്ന കുറച്ച് ടാസ്ക്കാണ്. ചുറ്റുമാണ് അപ്പുറത്തേക്ക് പോകാൻ. അപ്പുറത്ത് പോയിട്ട് കാണാം. ഗായ്സ് ഫൈനലി നമ്മൾ നെന്മാറ പന്തലിൽ വീണ്ടും എന്താ കാണുന്നു. ഇന്നിപ്പോൾ സഞ്ജു സാംസണിനെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പന്തലില്. അടിപൊളി ഗ്രാഫിക്സ് ആണ് കേട്ടോ. ശരിക്കും സ്ക്രീനാണോ ബൾബാണോ എന്നുള്ള സംശയമാണ്. ശരിക്കും ബൾബാണിത്, സ്ക്രീനല്ല. പക്ഷെ സ്ക്രീനിലുള്ള അത്രയും നല്ല ഗ്രാഫിക്സ് ഉണ്ട്.
ഗൈസ് ഈ ബാരിക്കേഡിൻ്റെ അപ്പുറമായിരുന്നു ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. അതിന് ബാരിക്കേഡ് ചാടി കിടക്കണ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ചുറ്റി ഇതേ കയറിയിട്ടുണ്ട്. ഇതിന് ഇതേ വേണം ഇറങ്ങിപ്പോവാൻ. പുറത്ത് ഒരാളൊക്കെ കിടക്കണൊക്കെ ഉണ്ട്. പന്തലും കണ്ട് കിടക്കുകയാണ്. പന്തലിൻ്റെ ഉമ്മറത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഗൈസ് ഈ ലൈറ്റ് നിങ്ങൾ എല്ലാ പൂരപ്പറമ്പിലും കാണും. ഇതെൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് ആയിരുന്നു. ഗൈസ് ഫൈനലി നമ്മൾ വല്ലങ്ങി പന്തലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആണ് കാണിക്കണത്. ഇത് അത്യാവശ്യം നല്ല അടിപൊളി ഗ്രാഫിക്സ് ആണ് വല്ലങ്ങി പന്തലിലുള്ളത്. ഗൈസ് അപ്പം നിങ്ങൾ പറ വല്ലങ്ങി ദേശമാണ് നെന്മാർ ദേശത്ത് പന്തലാണ് അടിപൊളി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗൈസ് അപ്പം ഇന്ന് 1-ാം തീയതി ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നാളെ മറ്റന്നാൾ വന്നതിന് അടിപൊളി പന്തൽ ഡിസൈൻസ് കാണാം. അത് നേരിട്ട് കാണുന്ന ഒരു ഫീൽ തന്നെ വേറെയാണ്. ഇപ്പം അത്യാവശ്യം വേലപ്പറമ്പിൽ നല്ല ആൾക്കൂട്ടം ഉണ്ട് കേട്ടോ. മറ്റന്നാളാണ് മെയിൻ വെടിക്കെട്ട് വരുന്നത്. നാളെ സാമ്പിൾ ഉണ്ടാവും. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടെന്ന് പ്രത്യേക വൈബായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, അപ്പോഴേ ചളി ഉണ്ടാവുന്നു. പാടത്ത് ചാടുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചളിയിൽ പോയി പെടേണ്ടി വരും. ഇവിടെ ചേച്ചി ആ റിങ്ങിൻ്റെ ഉള്ളിൽ കയറാൻ കഷ്ടപ്പെടുകയാണ്. ഇതിപ്പോൾ എല്ലാ കൊല്ലവും ഇവർ വരാറുണ്ട്. കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം വലിയൊരു സർക്കസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ് കെട്ടിയതുകൊണ്ട് സർക്കസിടെ സ്ഥലവുമില്ല. ഇങ്ങനത്തെ ചെറിയ സർക്കസുകളൊക്കെ ഇവിടെ വരാറുള്ളൂ. അങ്ങനെ കരുവേലക്കുള്ള സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് കരുവേലക്കുള്ള ഒരു വേഷമാണ്. ഗായ്സ്, അപ്പോൾ ഇതാണ്ട് പന്തലിലെ ബൾബുകൾ. ഇതുപോലെ ലക്ഷക്കണക്കിന് ബൾബുകളുണ്ട്. ഈ നെന്മാർ ദേശത്തിൻ്റെ പന്തലിൻ്റെ അടിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. 1,00,000 മുകളിൽ ബൾബുകൾ ഇങ്ങനെയുണ്ട് പന്തലിൽ. ഇതാണ് നമുക്ക് ആ ഗ്രാഫിക്സ് ആയിട്ട് കാണുന്നത്. ഒരു ബൾബിൽ തന്നെ പല കളറും ഒരുമിച്ച് കത്തും. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സ്ക്രീനിലേക്ക് ഇത് വരുന്നത്.
ഗൈസ് കരിവേല പറയുമ്പോൾ ഒരു ഹോളി ആഘോഷം പോലെയാണ്. എല്ലാവരുടെ മുഖത്ത് കരി തേച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് പോവും. അതാണ് കരിവേല. അപ്പോൾ ഇന്നലെ കുമ്മാട്ടി ഒരുമിച്ച സ്ഥലത്താണ് ഈ കരിവേല പോകുന്നത്. അതുപോലെ ചെണ്ടമാളും ബാക്കിൽ തെയ്യവും ഉണ്ട്.